ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഡെയ്സീസ് പാചകം എന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ പരിപ്പ് വടയാണ്. നമ്മൾ വടകൾ പലതരത്തിൽ ഉണ്ടാക്കാറുണ്ട്. പരിപ്പ് തനിച്ച് വട ഉണ്ടാക്കാറുണ്ട്, ചെമ്മീൻ തനിച്ച് വട. എന്നാൽ ചെമ്മീനും പരിപ്പും കൂടി ചേർത്തുള്ള വട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുക. നമുക്കിന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. 150 ഗ്രാം പരിപ്പ് കുതിർത്തിയത്, 150 ഗ്രാം ചെമ്മീൻ കിള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയത്, 2 തണ്ട് മല്ലിയില, 2 തണ്ട് കരിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, ഒരു നുള്ള് ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളി, ഒരു ചെറിയ സവാള, ഒരു കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. ആദ്യം തന്നെ നമുക്ക് ഈ ചുവന്നുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി എല്ലാം കൂടി ചതച്ചെടുത്തത്. അടുത്തത് നമുക്ക് ഈ ചെമ്മീൻ മിക്സിയിലിട്ട് ഒന്ന് പതുക്കെ കറക്കിയെടുത്താൽ മതി, അധികം അരയണമെന്നൊന്നുമില്ല. അത് ഇട്ട് ചെമ്മീൻ മിക്സിയിലിട്ട് ചതച്ചെടുത്തത്. ഇനി നമുക്ക് പരിപ്പ് ചതച്ചെടുക്കാം. മിക്സിയിലിട്ട് 2 തണ്ട് വേപ്പില പരിപ്പിലിട്ടിടാം, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഈ സവാള ഒന്ന് 2ആയിട്ട് കട്ടാക്കി ഇതിനകത്തേക്ക് ഇടാം. ഇനി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. കറിവേപ്പിലയും ഉപ്പും സവാളയും പരിപ്പും കൂടി അടിച്ചെടുത്തത്. ഇനി നമുക്ക് ഈ മസാലകളൊക്കെ ചേർത്ത് ഒന്ന് കുഴയ്ക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണ. അത് നമ്മൾ ചെമ്മീനും മസാലയൊക്കെ ചേർക്കുമ്പോൾ എന്തൊട്ട് ഇഞ്ചി, പച്ചമുളക്, ഉള്ളിയൊക്കെ ചുവന്നുള്ളിയൊക്കെ ചതച്ച് ചേർക്കണതിനകത്ത് ഇത്തിരി വെളിച്ചെണ്ണ ഇടണത് ഒരു ടേസ്റ്റ് കിട്ടും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം പിന്നെ ഈ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മതി ഒരു നിറത്തിന്. ഇനി നമ്മൾക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഈ ഇഞ്ചി, ചുവന്നുള്ളി, വെളുത്തുള്ളി എല്ലാം കൂടി കൂട്ടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ മല്ലിയില ഒന്ന് കീറിയിട്ട് കൊടുക്കാം, ഒന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോൾ ഈ ചെമ്മീനും പരിപ്പും ചതച്ച ഉള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കുഴക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അതിന് കിട്ടണമെന്നത്. നമുക്കിത് ഇനി കുഴച്ച് ഉരുളകളാക്കി എടുക്കാം. പരിപ്പുവട ഷേപ്പിൽ. അതിനകത്ത് കുരുമുളക് പൊടി, മസാല ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. ചെമ്മീൻ ചേർത്തേക്കണമല്ലോ, അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതങ്ങനെ എടുക്കുമ്പോൾ. സവാള അതിനകത്ത് അടിച്ച് ചേർക്കുമ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, പുറമെ നല്ല ക്രിസ്പിയുമായിരിക്കും അത്. അപ്പോൾ ഇനി ചെമ്മീനിട്ട് കുഴക്കാം. പരിപ്പും കൂട്ടി യോജിപ്പിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഇതിന് ഈ ചെമ്മീൻ ഏത് ചെമ്മീൻ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ചൂടൻ ചെമ്മീനാണ് ഇവിടെ എടുത്തേക്കണത്. നമുക്ക് ഏത് ചെമ്മീൻ വേണമെങ്കിലും എടുക്കാം. തെള്ളിച്ചെമ്മീനാ, നാരൻ ചെമ്മീനാ, കരിക്കാടി ചെമ്മീനാ, ചെമ്മീൻ ഏതായാലും മതി, നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ ചെമ്മീൻ അല്ലെങ്കിലും കറികളിലൊക്കെ ഇടണത് നല്ല പച്ചക്കറിയിലായാലും എന്തിലായാലും നല്ല ടേസ്റ്റാണ് ചേർക്കണത്. നമ്മളുടെ പരിപ്പും ചെമ്മീനും മസാലകളും ചേർത്ത് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്ക് പരിപ്പ് വട ഷേപ്പിൽ പരത്തിയിടാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. പാൻ ചൂടാകുമ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
നമുക്കിനി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് പരിപ്പോടെ ഷേപ്പാക്കി എടുക്കാം. ഇത് പരിപ്പോട ഈ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവർക്കും നല്ല ഇഷ്ടവും, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും. അതങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ ചെമ്മീൻ പരിപ്പോട ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നല്ല കട്ടൻ ചായ, ഇഞ്ചി ഇട്ട് കട്ടൻ ചായയും കുടിച്ചാൽ നല്ല കോമ്പിനേഷനായിരിക്കും. ഉള്ളു നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പിയുമായിരിക്കും ഇത്. ചെമ്മീത്തിൻ്റെയും പരിപ്പിൻ്റെയും ഒക്കെ നല്ല സ്മെല്ല് തന്നെ ഉണ്ട്. ചെമ്മീൻ കൊണ്ട് നമുക്ക് പല വിഭവങ്ങളും ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് ചെമ്മീൻ ഇതൊട്ട് ചെമ്മീൻ കിഴി, അതായത് കോഴിക്കോട്ട് പോലെ ഉരുട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചെമ്മീൻ നല്ല പീരൊതുക്കി വെച്ചിട്ട് ആവിയിൽ പുഴുങ്ങിയൊക്കെ എടുക്കാം. അത് സൈഡായിട്ടുണ്ട്. നമുക്ക് ഇനി മറിച്ചിട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ കളറാവണ വരെ ഫ്രൈ ചെയ്തെടുക്കാം. മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. പതുക്കെ ഫ്രൈ ആക്കി എടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഉള്ളു വേവണമല്ലോ. ചെമ്മീനൊക്കെ നമ്മൾ പച്ച ചെമ്മീനാണല്ലോ ഇതിനകത്ത് ചേർത്തേക്കണത്. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അധികം തീ കൂട്ടി എടുത്താൽ അത് പുറം കരിയും, ഉള്ളു വേവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പതുക്കെയാണ് ഇത് എടുക്കണത്. എന്ന് വെച്ചാൽ നമ്മൾ പച്ച ചെമ്മീനൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ ഇതിനകത്ത്. അപ്പോൾ പച്ച ചെമ്മീൻ ചേർത്തേക്കണ കാരണം നമ്മൾ പതുക്കെ. യൂട്യൂബ് ചാനലിലെ എല്ലാ പാചക ചാനലുകളും ഞാൻ കാണാറുണ്ട്. എല്ലാവരും എനിക്കിഷ്ടമാണ്. അപ്പോൾ അതാണ് എനിക്കൊരു പ്രേരണയായത്. ഇങ്ങനെ ഡിസീസ് പാചകം എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുള്ള ഒരിത്. എനിക്കാണെങ്കിൽ പാചകം വളരെ ഇഷ്ടമുള്ളൊരു ഇതാണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമ്മളുടെ ഐഡിയക്ക് അനുസരിച്ച് എല്ലാ സാധനങ്ങളും ഞാൻ ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച്. അത് നല്ല മക്കളും പറയാറുണ്ട്, എൻ്റെ ഹസ്ബൻഡും പറയാറുണ്ട് നല്ല ടേസ്റ്റിയാണെന്ന്. ഇപ്പോൾ ഇത് നല്ലവണ്ണം മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. നമുക്ക് അടുത്തതും കൂടി ബാക്കിയുള്ള വടയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ രണ്ടാമതും റെഡിയാക്കിയ പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരാം. സ്റ്റൗ ഓഫ് ചെയ്യാം.
നമുക്കിനി ഒരു പ്ലേറ്റിലോട്ട് വെക്കാം. പരിപ്പുവട റെഡിയായി. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് സോസും കൂട്ടി കഴിക്കാം. സോസ് ഇല്ലെങ്കിലും കഴിക്കാം കേട്ടോ, വെറുതെയും കഴിക്കാം, നല്ല ടേസ്റ്റാണ്. സോസ് കൂട്ടി കഴിക്കുമ്പോൾ ഇത്തിരി കൂടുതൽ ടേസ്റ്റ് കിട്ടും. നമുക്ക് നോക്കാം. ഇതേ കണ്ട സ്വരം കേട്ടോ. അങ്ങനെയാണെങ്കിലും പരിപ്പുവട എല്ലാവർക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ചെമ്മീൻ ചേർക്കുമ്പോൾ കൂടുതലും ടേസ്റ്റ് ആയിരിക്കും ഇടും. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പിയുമാണ്. അപ്പോൾ എൻ്റെ ചെമ്മീൻ പരിപ്പുവട എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ആണ് ഈ ചാനലിലേക്ക് ഈ ഒരു വിഭവമായിട്ട് വന്നേക്കണത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമസ്കാരം.